കേരള NGO സംഘിന്റെ 46ാമത് സംസ്ഥാന സമ്മേളനത്തിന് പത്തനംതിട്ടയിൽ തുടക്കമായി. ഇന്ന് ഭാരവാഹി യോഗത്തോടെ തുടങ്ങിയ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ചേർന്ന ഭാരവാഹി യോഗം BMS സംസ്ഥാന സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് മേഖലയിൽ ജീവനക്കാരുടെ അവകാശങ്ങൾ ഹരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് CB വർഗീസ് പറഞ്ഞു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സമര സംഘടനയായി ഇന്ന് NGO സംഘ് കേരളത്തിൽ മാറി. അതിൽ കേരളത്തിലെ NGO സംഘിൻ്റെ പ്രവർത്തകർക്ക് അഭിമാനിക്കാം. കാരണം ഇന്ന് ജീവനക്കാരുടെ നിരവധി നീറുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ചർച്ചയിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് NGO സംഘാണ് വഹിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10-നാണ് പ്രതിനിധി സമ്മേളനം. തുടർന്ന് സാംസ്കാരിക സമ്മേളനം, പ്രകടനം, പൊതുസമ്മേളനം എന്നിവ നടക്കും. ഭാരവാഹി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന കൗൺസിൽ യോഗം എന്നിവ ശനിയാഴ്ചയാണ്. കഴിഞ്ഞ 46 വർഷമായിട്ട് ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെയും പിൻബലമില്ലാത്ത തരത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ ഒരു തരത്തിലുള്ള പിന്തുണയില്ലാത്ത തരത്തിലാണ് ഈ കേരള NGO സംഘ് കേരളത്തിലെ സർവീസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു രാഷ്ട്രീയ പിന്തുണയില്ലാതെ ഒരു സർവീസ് സംഘടനയ്ക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. കാരണം ജീവനക്കാരെ ബാധിക്കുന്ന ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൽ അധികാരത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അധികാരം ഇല്ലാതിരുന്നിട്ടുകൂടി കേരളത്തിലെ ജീവനക്കാരുടേതായിട്ടുള്ള നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിഷയങ്ങൾ പ്രതികരിച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു സർവീസ് സംഘടനയായിട്ടാണ് കേരള NGO സംഘ് ഇന്ന് മാറിയിട്ടുള്ളത്. പത്തനംതിട്ട സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയമാണ് പ്രധാന സമ്മേളന വേദി. BMS ഓഡിറ്റോറിയം, ടൗൺ സ്ക്വയർ എന്നിവിടങ്ങൾ സമ്മേളനത്തിന്റെ മറ്റ് വേദികളാണ്. ജനം, പത്തനംതിട്ട.